പിന്നെ ഇന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോൻ്റെ അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, മീൻസ് വെയിലിനെ പറ്റിയിട്ട്. അപ്പം ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, എന്നാലും ഒന്നുകൂടി പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ, ഈ വെയിൽ കൊണ്ടിട്ട് കൈ പൊള്ളിയിട്ടൊക്കെ, ചെറിയ കുട്ടികളുടെയൊക്കെ കൈയൊക്കെ നല്ലോണം പൊള്ളിയിട്ടുണ്ട് ചില കുട്ടികളുടെ. എനിക്കിന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. കൈയുടെ ഇവിടെയൊക്കെ പൊള്ളി. നമ്മൾ മീൻസ് പാരൻസ് മാക്സിമം ശ്രദ്ധിക്കുക. അവരെ ഈ ഉച്ചക്കത്തെ വെയിലൊക്കെ മാക്സിമം പുറത്തിറങ്ങുന്നതിനൊക്കെ നമ്മൾ കുറച്ച് സൂക്ഷിക്കുക എന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. അവർക്കറിയില്ലല്ലോ, നമ്മളല്ല അവരെ പറഞ്ഞു കൊടുക്കണ്ടേ. മാക്സിമം വീട്ടിൽ അടച്ചിടുക എന്നല്ല, എന്നാലും ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടിയ സീസണായതിനെ കൊണ്ട് ചെറിയ മിഠായി കടകളൊക്കെ വെച്ചിട്ട് കുറേ കുട്ടികളെ കാണാം റോഡ് സൈഡിലൊക്കെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോയപ്പം ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു നമ്മൾ മിഠായി കടകളുണ്ട്, ഈ ജ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ വിൽക്കുന്ന കുറേ കുട്ടികളുണ്ട് ഇപ്പം റോഡ് സൈഡിലൊക്കെ കാണാം. അപ്പം അത്യാവശ്യം വലിയൊരു വീടൊക്കെ. ഒരു പയ്യൻ അതിൻ്റെ മുന്നിലിരുന്നിട്ട് ഒരു ബക്കറ്റിൽ ജ്യൂസ് എന്തോ കലക്കി വെച്ചിട്ട് വിൽക്കണമല്ല, പുള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടുകാരെ എഴുതി വെച്ചാണോ എഴുതി വെച്ചാണോ, നല്ല ഫ്രീ, ആർക്കും കുടിക്കാം പോയാൽ. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അതുപോലെ പോകുമ്പോൾ കണ്ടാണ്. സംഭവം നല്ല കാര്യമാണ് അല്ലേ. ഒരു ഈ കുട്ടിക്ക് അങ്ങനെ ഇപ്പോൾ ഈ ചൂടത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വെള്ളമോ ലൈമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അത് നല്ല. പക്ഷെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ കുട്ടി ഒരു ചെയറിട്ടിട്ട് റോഡ് സൈഡിലായിരിക്കണേ വീടിൻ്റെ ഫ്രണ്ടിൽ. പക്ഷെ വെയിലാണ്, നല്ല വെയിലുണ്ട്. ഈ വെയിലത്താണ് ഇതിരിക്കണത്. അത് വീട്ടുകാരിരുത്തി. ചില കുട്ടികൾക്കൊന്നും വെയിൽ കൊള്ളരുതെന്നോ അതൊന്നും അറിയില്ല. ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വളർന്നിട്ട കുട്ടികളാവും പുറത്തേക്ക് ഇറങ്ങുമ്പം അവർക്ക് വലിയ. ഇപ്പോൾ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളെങ്ങനെയായിരുന്നു, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ബാഗ് എടുത്ത് വീട്ടിൽ വരും, ബാഗ് ഒരു എയർ കൊടുക്കും അകത്തേക്ക്, എന്നിട്ട് നമ്മളങ്ങ് പോകും. എന്നിട്ട് 6:30-7 മണിയാകുമ്പോഴാണ് വീട്ടിലകത്ത് കയറുക. അത് തന്നെ നമ്മളെ ചിലപ്പോൾ കളിക്കണ സ്ഥലത്ത് വന്നിട്ട് വടിയെടുത്ത് വരുമ്പോഴാണ് നമ്മൾ വീട്ടിനകത്ത് കയറി. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഗെയിമും പരിപാടികളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇതെല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടാണ് ഇവരും ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇവർക്ക് അറിയില്ല വെയിൽ കൊള്ളാൻ പാടുണ്ടോ ഇല്ലയോ. വീട്ടുകാർ ജസ്റ്റ് അതൊന്ന് അവരെ പറഞ്ഞു കൊടുക്കുക. ഈ കൊച്ച് പന്തലൊന്നും ഇട്ടിട്ടില്ല. ഈ കൊച്ച് ഇങ്ങനെ ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കസേരയിൽ ഈ ലൈമോ അങ്ങനെ എന്തോന്ന് കലക്കി വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് കുടിക്കാമെന്ന്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടതാണ്. അപ്പം അതൊക്കെ അവർക്കറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ ചില മിഠായി കടകളൊക്കെ ചെറിയ ചെറുതൊക്കെ വെച്ചിട്ട് ചിലവരൊക്കെ ഒരു ടേബിൾ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മീൻസ് അതിലെ കുറേ മിഠായികളൊക്കെ വെച്ചിട്ട് മേലെ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ വെയിൽ കൊള്ളൂലേ. അപ്പം മാക്സിമം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പൊള്ളി കഴിഞ്ഞിട്ട് പിന്നെ ചില പൊള്ളലുകളൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മാറൂല എന്നൊക്കെ ന്യൂസിൽ കാണാം. പിന്നെ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് സമയമെടുക്കുമെന്നും പിന്നെ അത് മറ്റു പല രോഗങ്ങളിലേക്കൊക്കെ വരും. കാരണം ഈ പൊള്ളൽ സ്ഥലത്ത് ഇവർ മാന്തും. ഇത് നഖം കൊണ്ട് ഇങ്ങനെ ചൊറിയുമ്പോഴൊക്കെയാണ് ഇത് കൂടുതൽ പ്രശ്നമാവുക. ആദ്യം തന്നെ ഇത് ചൊറിയല്ല ചെയ്യുക, ചൊറിയുക, പൊട്ടുക. അപ്പോൾ ഈ നഖത്തിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ പെട്ടിട്ട് പിന്നെ അത് ഒരു ചെറിയ പഴുപ്പിലോ ചൊറിച്ചിലോ ഒന്നും നിൽക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അവർക്കറിയില്ലല്ലോ. ഞാൻ ഇവിടുന്ന് തന്നെ നിങ്ങൾക്കറിയാലോ, അവനെ ഞാൻ ടാബൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിക്കുക വീട്ടിൽ. ഞാനിവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും, എന്താ അവസ്ഥ, നീ എവിടെ ഉള്ളതെന്ന്. ഇവന് കണ്ണ് തെറ്റുമ്പം പുറത്തിറങ്ങും. ഇവന് ക്രിക്കറ്റ് കളിക്കണം, പക്ഷെ ഞാനും അവനും കൂടിയാണ് കളിക്കാറ്. അവിടെ അങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ കുറേ വീടുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല അവരെ. എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പക്ഷെ ഇവൻ മുറ്റത്തിറങ്ങി കളിക്കും. ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഇവനും പുറത്തിറങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിളിച്ചു നോക്കും, എന്ത് ചെയ്യാന്ന്. കാരണം വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇവിടുത്തെ മുറ്റത്തൊക്കെ നല്ല വെയിലാണ്. അപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് മിഠായി കടകളും പരിപാടികളൊക്കെ ഉണ്ട് കുട്ടികൾ. അപ്പം മാക്സിമം ശ്രദ്ധിക്കുക. സ്കൂൾ അടയ്ക്കണ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നല്ല ചൂടാണ്. ഇന്നലെ എങ്ങാനും കണ്ടു, ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോയിട്ട് അത് ചൂടായിട്ട് തീ പിടിച്ചിട്ട് കത്തണതൊക്കെ കണ്ടു. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളെ കമൻറ്റ് നിങ്ങളിത് എവിടെയെങ്കിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം അതുപോലെ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. പറ്റാ.